ഈ CPM-കാരുടെ ബുദ്ധി കാഞ്ഞ ബുദ്ധിയാണ് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അത്രേ ഉള്ളൂ. കാരണം ഒരു പ്രശ്നം അങ്ങോട്ട് ഉണ്ടായ പുറകെ അതിനെ മറികെടുക്കാൻ ഒരു കണ്ടെത്തിയൊരു മാർഗം കണ്ടു. അതായത് ഇന്ന് രാവിലെ മാത്യു കൊള്ളിനാടൻ അതെ ഈ സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ് കൊണ്ടുവന്നത്. ആരോപണമല്ല, അതേ ഒരു ശബ്ദരേഖയാണ്. ഒരു സംസ്ഥാന മന്ത്രിയുടെ ശബ്ദരേഖയാണ് പുറത്തുവിട്ടത്. അത് പുറത്ത് വിട്ട് പുറകെ അത് വിവാദമാകുമെന്ന് കണ്ടപ്പോൾ നേരെ കളം മാറ്റാൻ മുഖ്യമന്ത്രി രംഗത്തിറങ്ങി. ഡാഷ് മോനെ രേവന്ത എന്ന് ഇപ്പൊ പറയുന്നുള്ളൂ, ബാക്കി പിന്നാലെ വരുമെന്ന്. തെലങ്കാന മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ഡാഷ് മോനെ എന്ന് വിളിക്കുന്നത്. അതിന് മുമ്പൊരു കാര്യങ്ങളുണ്ട്, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്നവർ ആ പദവിക്ക് യോജിക്കാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഡാഷ് മോനെ വിളിച്ചത്. എയിംസ് വരും മറ്റേ മോനെ എന്ന് സുരേഷ് ഗോപി എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ എന്തായിരുന്നു ഇവിടെ ബഹളം. അപ്പം ഇത് കേട്ടവരെല്ലാം ഞെട്ടിപ്പോയി. ഡാഷ് മോനെ രേവന്ത എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി കടന്നു കയറിയുള്ള ഒരു പ്രയോഗം. സാധാരണഗതിയിൽ പിണറായി മുമ്പ് അത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്ന ആളായിരുന്നില്ല. ഇപ്പൊ അദ്ദേഹം പരനാറി, പിന്നെ എന്താണ് വേറെ ചെറ്റ, അങ്ങനെ ഓരോ പ്രയോഗങ്ങൾ ഇപ്പം നടത്തുന്നുണ്ട്. പിന്നെ മറ്റേ കോന്നിയിൽ പറഞ്ഞത് വീട്ടിൽ ചെന്ന് പറയണം, വീട്ടിൽ ചെന്ന് ചോദിക്കുക. ഇങ്ങനെയുള്ള ഒരു നമ്മളിത് ഈ പിണറായിയുടെ ഈ വാർത്താ സമ്മേളനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. കാരണം രാവിലെ കുഴൽനാടൻ അഴിച്ചുവിട്ട പൊട്ടിച്ച ആ ഒരു ബോംബെന്ന് പറയുന്നത് അത്യുഗ്രം ബോംബായിരുന്നു. ആ ബോംബിന് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. കാരണം LDF തന്നെ ഏറ്റവും മാന്യനെന്ന് കരുതപ്പെടുന്ന ഈ മാത്യു ടി തോമസ് MLA, തിരുവല്ല MLA, അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് സ്ഥാപിക്കുകയും ഈ പറയുന്ന പ്രളയം 2018 മഹാപ്രളയം ഈ ഡാം തുറന്നു വിട്ടതിലൂടെ ഉണ്ടായതാണെന്ന്, മനുഷ്യനിർമ്മിതമാണെന്ന് ഉള്ള തെളിവുകൾ പുറത്തുവിടുകയുമാണ്. ഇത് അഴിമതിയാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഈ ഡാം തുറന്നു വിടാനുള്ള അടിസ്ഥാനം അഴിമതിയാണ് എന്നുള്ള ഒരു കാര്യങ്ങളിലേക്കാണ് ഈ ടെലിഫോൺ സംഭാഷണം പോകുന്നത്. അതിനെ മറികടക്കാൻ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ജലസേന മന്ത്രി ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞത് AI ആണെന്നാണ്. അതായത് നമ്മുടെ MV ഗോവിന്ദൻ നിലവാരത്തിലുള്ള ഒരു മറുപടിയാണ്. MV ഗോവിന്ദൻ്റെ മറുപടികളെ നമ്മുടെ കേരള സമൂഹം വളരെ വളരെ പുച്ഛത്തോടെയാണ് കാണുന്നത്. MV ഗോവിന്ദൻ വാതുറക്കുന്നത് തന്നെ പുച്ഛത്തോടെയാണ് ഇവിടുത്തെ ജനങ്ങൾ കാണുന്നത്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ അതിന് തക്ക വിലയെ അവർ കൊടുക്കുന്നുള്ളൂ. അതെ, അദ്ദേഹത്തെ ഈ തവണ ഇലക്ഷൻ പ്രചരണത്തിന് പോലും CPM ഇറക്കാതിരിക്കുന്നതിന് കാരണം ഇമാതിരി പ്രയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതുകൊണ്ടാണ്. അതിന് പകരമാണ് M സ്വരാജിനെ ഇറക്കിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും ആചാര്യന്മാരായതുകൊണ്ട് ഈ രണ്ട് താത്വിക ആചാര്യന്മാർ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടും രണ്ടിനും ഒരേ നിലവാരമാണ്. ഇപ്പം ഇതിനെ പ്രതിരോധിക്കാൻ ഈ മാത്യു ടി തോമസിനെതിരെ വന്ന ആരോപണം ഒന്നാം പിണറായി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പിണറായി വിജയൻ ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു പദം പറഞ്ഞതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഇത് രേവന്ത് റെഡ്ഡി പിണറായിയെ കുറിച്ച് പറഞ്ഞത് ദിവസങ്ങൾക്ക് മുമ്പാണ്, ഇന്നലെ ഇന്നൊന്നും അല്ല, 5 ദിവസമായി. ഇന്ന് 7 അല്ലേ, 2-ാം തീയതിയാണ് തിരുവനന്തപുരത്ത് ഒരു റോഡ് ഷോയിൽ നീ പോ മോനെ വിജയ എന്നാണ് പറഞ്ഞത്. അപ്പം ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, രേവന്ത് റെഡ്ഡിക്ക് മലയാളത്തിലെ ഹിറ്റ് ഡയലോഗ് ഒന്നും അറിയില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറഞ്ഞു കൊടുത്തതായിരിക്കും അദ്ദേഹം പറഞ്ഞത് നീ പോ മോനെ വിജയ. പിന്നെ മാത്രമല്ല, അതിനകത്ത് വലിയ അശ്ലീലം ഒന്നും ഇല്ല. നീ പോ മോനെ ദിനേശ എന്ന് പറയുന്ന എല്ലാവരും ഇവിടെ അങ്ങോട്ട് കൊളോക്കിയലായിട്ട് പ്രയോഗിക്കുന്ന ഭാഷയാണ്. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. നീ പോ മോനെ വിജയ എന്ന് പറഞ്ഞാൽ അതിനുള്ള ഇതേ ഉള്ളൂ. മാത്രമല്ല, ഈ പിണറായി വിജയന്റെ ഒരു സ്വഭാവം അനുസരിച്ച് അതിന് അന്ന് തന്നെ അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. അന്നൊന്നും അദ്ദേഹം മിണ്ടാതിരിക്കുകയും ഇന്നിപ്പോൾ വന്നിട്ട് ഡാഷ് മോനെ ദേവന്തെ എന്ന് പറഞ്ഞ് അതിലേക്ക് ശ്രദ്ധ തിരിക്കുകയും ചെയ്തു. കാരണം നമ്മളത് ഇപ്പം വാർത്താ പ്രാധാന്യം വെച്ച് നോക്കിയാൽ പോലും ഈ പറയുന്ന കുഴൽനാടൻ പുറത്തുവിട്ട അഴിമതി ആരോപണത്തെ മറികടക്കാൻ ഈ പറഞ്ഞ പിണറായിയുടെ ഈ പ്രയോഗത്തിന് സാധിച്ചു എന്നാണ് ഉണക്കാൻ. കാരണം പിന്നീട് അങ്ങോട്ട് ആരും ഈ വിഷയം ചർച്ച ചെയ്യുന്നില്ല. രാവിലെ പിന്നെ മാത്യു കൊള്ളിനാടൻ പറഞ്ഞ കാര്യം ഉച്ചയായപ്പോഴേക്കും ആരും ചർച്ച ചെയ്യുന്നില്ല. എല്ലാവരും മുഖ്യമന്ത്രിയുടെ ഈ പ്രയോഗത്തിലേക്ക് അങ്ങ് മാറി. പണ്ട് പോലെ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം നിഗൂഢ ശാസ്ത്രങ്ങളിൽ ഇവർ അതിവിദഗ്ധന്മാരാണ്. ഒരു കാര്യത്തെ എങ്ങനെ അവർക്കത് വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കാം എന്നവർക്കറിയാം. പണ്ട് ഇതുപോലെ എന്തെങ്കിലും വിളിച്ചു പറയും, അവസാനം അന്ന് പ്രിന്റ് മീഡിയ മാത്രമുള്ള കാലത്ത് വളച്ചൊടിച്ചാണെന്ന് പറയും. തെളിവില്ലല്ലോ. അല്ല, അപ്പം നമുക്ക് അവരുടെ ഒരു രീതി അങ്ങനെയാണ്. ഇപ്പം അവരുടെ ഭാഗത്താണ് കുഴപ്പം. ഇപ്പം ഒരു CPM-കാരൻ അല്ലെ ഒരു CPM ഗ്രൂപ്പ്, ഒരു കുറേ പാർട്ടി പ്രവർത്തകർ ചേർന്ന് അവരെ ഒരു എതിരാളിയെ വീട് കയറി ആക്രമിക്കുന്നു എന്ന് വിചാരിക്കുക. അവൻ്റെ വീട് അടിച്ചു ചേർക്കും, അവനെ അടിച്ച്
ഇടപാടുണ്ട്. നിലം പരിച്ചാക്കി. എന്നിട്ട് ഇവർ ചെയ്യുന്ന ആദ്യത്തെ മാർഗം എന്താണെന്ന് വെച്ചാൽ ഇവരാദ്യമേ പോയങ്ങ് അഡ്മിറ്റ് ആവും. ഈ അക്രമം നടത്തിയവൻ പോയങ്ങ് അഡ്മിറ്റ് ആവും. എന്നിട്ട് മറ്റവൻ ഞങ്ങളെ അടിച്ചു എന്ന് പറയും. ഇന്ന സ്ഥലത്ത് വെച്ച് അവൻ ഞങ്ങളെ അടിച്ചു, ഞങ്ങളൊക്കെ സാക്ഷികളാണ്, ഞങ്ങളിങ്ങനെ. ഈ തല്ലുകൊണ്ടുപോയി കേസ് കൊടുക്കാൻ വരുമ്പോൾ പോലീസ് സ്റ്റേഷൻ എത്തുമ്പോഴേക്കും അവനെ പൊക്കി അകത്താക്കും. അന്നേരം എന്ത് പറ്റും? ഈ തല്ല് കൊണ്ട് വന്നവൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നതിനെ അവർ പറയും, നിങ്ങളുടെ പരാതിയിൽ ഞങ്ങൾ കേസെടുത്തിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് വധശ്രമമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്കെതിരെ വധശ്രമമുണ്ട്, നിങ്ങളകത്ത് വെക്കും, പിടിച്ചകത്ത്. അപ്പം ഇനി അവിടെ അതല്ലെങ്കിൽ ഇപ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഒരു ചർച്ച നടക്കും, ഒരു സെറ്റിൽമെൻറ്റ് നടക്കും. അപ്പോൾ പോലീസ് പറയും, ഒരു പണി നിങ്ങൾ തമ്മിൽ അങ്ങ് ധാരണയായിക്കോ, ഇതാണ് ഇവരുടെ ലക്ഷ്യം. ഈ രീതിയിൽ ഇത് ഒത്തുതീർപ്പാക്കി കേസുകൾ പിൻവലിക്കുന്ന രീതി CPM-ൻ്റെ കയ്യിലുണ്ട്. അത് ഏത് കേസാണേലും ഇനി ഒന്നും നടന്നില്ല, ഇവന്മാർ പെണ്ണ് കേസ് കൊടുക്കും, പെണ്ണുങ്ങളെ കൊണ്ട് കേസ് കൊടുപ്പിക്കും. ആ രീതിയിലുള്ള നാറിയ കളി നമുക്കറിയാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ അടക്കം ഇവരുടെ നാറിയ കളികൾ നമ്മൾ കണ്ടതാണ്. സന്ദേശത്തിൽ കുമാരമുള്ള സാറ് പറയുന്നത് പോലെ. അപ്പം ഒരു വിഷയം ഉണ്ടായാൽ ഇവർ സംഘടിതമായി ആ വിഷയത്തെ അട്ടിമറിക്കും. എന്തിന് ഏറെ പറയുന്നു, നമ്മളുടെ ഈ പൊതുസമൂഹത്തെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. ഇവർ ഇപ്പം പറയുന്നത് CPM വീണ്ടും അധികാരത്തിൽ വരും. എന്തുകൊണ്ടാണ്? കോൺഗ്രസ് നടത്തിയ വയനാട് ഫണ്ട് തട്ടിപ്പ്. ആ വയനാട് ഫണ്ട് തട്ടിപ്പ് കോൺഗ്രസ് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി. അത് CPM-ന് അനുകൂലമാകും. കോൺഗ്രസിൻ്റെ വയനാട്, സത്യത്തിൽ വയനാട് ഫണ്ട് തട്ടിച്ചതാരാ? CPM. അതെ, കോൺഗ്രസിൻ്റെ വയനാട് ഫണ്ട് കളക്ഷൻ ആപ്പിലൂടെയായിരുന്നു. അല്ലാതെ അവർ 5 പൈസ മേടിച്ചത് ഇവരോട്ട് ബക്കറ്റ് കൊണ്ടാണെന്ന് കയ്യും കണക്കും ഇല്ലാത്ത കാശല്ല. ഇന്നത്തെ കാലത്ത് എന്താണ് ബക്കറ്റ്? അതാണ് QR കോഡിന്റെ കാലമാണ്. മീൻ കച്ചവടക്കാർ വരെ അവരുടെ മീനിന്റെ പുറത്ത് QR കോഡ് ഒട്ടിച്ചു വെച്ചേക്കുന്ന കണക്കുണ്ട്, ബക്കറ്റിയുടെ കണക്കില്ലല്ലോ. ഇല്ല. അപ്പൊ ഈ കോൺഗ്രസ് പിരിച്ച ഫണ്ടെന്ന് പറയുന്നത് അവര് ഈ ആപ്പിനകത്തൂടെയാണ് പിരിക്കുന്നത്. ഈ ആപ്പിൽ പിരിക്കുന്ന ഫണ്ട് നേരെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ്. ഒറ്റ പൈസയ്ക്ക് ഒരാൾക്ക് ഇടയ്ക്ക് നിന്ന് അടിച്ചു മാറ്റാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലുള്ള ആ ഒരു ഫണ്ട് പിരിവ്, വയനാടിൻ്റെ ഫണ്ട് പിരിവിൽ കോൺഗ്രസ് പാർട്ടി പൈസ അടിച്ചു മാറ്റി എന്നുള്ള ഇവരുടെ ആ പ്രചാരണം സത്യത്തിൽ നിലത്തൊട്ടിട്ടില്ല, ചീറ്റിപ്പോയി. അതിനെതിരെ രാഹുൽ മാങ്കൂട്ടം കൊണ്ടുവന്ന 2-3 വീഡിയോകളോടുകൂടി ഇവരുടെ ചീട്ട് കയറിപ്പോയി. അപ്പോൾ അങ്ങനെ ഇപ്പോഴും അവരെന്നിട്ട് അതേ പറഞ്ഞുകൊണ്ടിരിക്കുക. അതൊന്നും നമ്മുടെ ജനത്തിനിടയിലോട്ട് കടന്നു എന്നിട്ടേ ഇല്ല. നമ്മൾ ആ അടിത്തട്ടിലോട്ട് ഇറങ്ങിയ വയനാട് ഫണ്ട് തട്ടി പാർക്ക് വേണം. പക്ഷേ ശബരിമല സ്വർണ്ണക്കള്ള ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇപ്പം ഇവർ ഈ പറഞ്ഞ ഈ ഡാം തുറന്നു വിട്ട് ജനങ്ങളെ മുക്കിക്കൊന്നു. എത്ര പേരാണെന്ന് മരിച്ചത്? ആ വെള്ളപ്പൊക്കത്തിൽ എത്ര പേര് മരിച്ചു? ഇത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ലേ? അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ ഡാം തുറന്നു വിട്ടത് ആരോപണത്തിൽ നിന്ന്, മാത്യു കുഴൽനാടിൻ്റെ ആരോപണത്തിൽ രക്ഷപ്പെടാൻ വേണ്ടി CPM സൈബർ സേന, കാരണം ഇവന്മാർക്ക് വിശ്രമമില്ല, വിശ്രമം കിട്ടുന്നില്ല. CPM-ന്റെ സൈബർ സഹാക്കൾക്ക് വിശ്രമമേ ഇല്ല, വിശ്രമം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തെ യാഥാർത്ഥ്യം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവരെ സമ്മതിക്കണം. ഈ മറ്റേ പത്രസമ്മേളനം നടന്ന് മിനിറ്റുകൾക്ക് അവർ ബദൽ സമ്മേളനം ഉണ്ടാക്കി. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കൊല്ലത്ത് നടന്ന സംഭവം. അതെ, അതിന് അപ്പോഴേ അവർ നാടകം അവിടെ ഉണ്ടാക്കി ചോദ്യം ചോദിപ്പിച്ചിട്ടാണ് ഇതിന് മറുപടി പറഞ്ഞത്. അതിന് ഇവർ നേരത്തെ ആളെ അറേഞ്ച് ചെയ്ത് ചോദ്യം ചോദിപ്പിച്ചിട്ടാണ് ഈ മറുപടി പറഞ്ഞേക്കുന്നത്. ഡാഷ് മോനെ രേവന്ത് എന്നും പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ ഡാഷ് മോൻ എന്നുള്ളത് മലയാളത്തിൽ അശ്ലീലമാണ്. അപ്പം ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്നയാൾ അതിൻ്റെ തക്ക മാന്യത കാണിക്കണമെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് ഇദ്ദേഹം ഡാഷ് മോനെ രേവന്ത് പിന്നെ ഞങ്ങൾ കണ്ടോളാം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ല, മാത്രമല്ല മുഖ്യമന്ത്രി പലപ്പോഴും വളരെ സംസാരിക്കുന്നത് വളരെ പോളിഷ്ഡ് ഭാഷയിലാണ്. അത് ഇത്തരം ഭാഷ അധികം ഉപയോഗിക്കാറില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പരനാറിയും ബോഡി വേസ്റ്റും ഇതുപോലത്തൊക്കെ വരുമ്പോൾ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ തനി സ്വരൂപം പുറത്തു വരുന്നത്. അതൊരധികം സൗമ്യനായിരിക്കും. എന്നാൽ പോലും മറ്റ് ഭാഷകൾക്കൊക്കെ ആ ഭാഷകൾക്കൊക്കെ പുള്ളി പറഞ്ഞതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു സ്റ്റാൻഡേർഡ് വേർഡുകൾ. ഇപ്പോൾ ഈ അവസാനം വന്ന് ഭരണം കിട്ടില്ല എന്നുള്ള ആ ഒരു തത്രപ്പാടാണ്. ഭരണമില്ല അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റും. 10 വർഷം ഇങ്ങനെ ജീവിച്ചാൽ ഇനിയിപ്പോൾ എങ്ങനെ ഭരണം ജീവിക്കാൻ പറ്റും? ഭരണമില്ലാതെ എനിക്ക് മരിക്കുന്നിടം വരെ ഈ കസേര ഇരിക്കണം, ഇത് കിട്ടിയേ പറ്റൂ. അതൊരു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ വാശി പിടിക്കാൻ, എനിക്ക് ഭരണം കിട്ടിയേ പറ്റൂ. ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ ഖജനാവിൽ 5 പൈസ ഇല്ല, എന്നാലും എനിക്ക് ഭരണം കിട്ടണം. അപ്പോൾ ഈ ഖജനാവിൽ 5 പൈസ ഇല്ലാഞ്ഞിട്ട് പോലും ഭരണം നമുക്ക് കിട്ടണം എന്നുള്ളതാണ് ഇവരുടെ തന്ത്രം. ആ ഭരണം കിട്ടുക എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ രസകരമായിട്ടുള്ള ഏറ്റവും അവർ ലക്ഷ്യമിടുന്നത്. ഇദ്ദേഹം അതിനുവേണ്ടി അങ്ങ് അരയും തലയും മുറിക്കും. സാധാരണഗതിയിൽ പിണറായി വിജയൻ ഇത്തരം പരിപാടിയൊക്കെ നിൽക്കുന്ന ഒരാളല്ല. ഇതുപോലെ PR വിളിച്ചിട്ട് ഇങ്ങനെ മോനെ ഡാഷ് മോനെ എന്നൊക്കെ വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കത്തില്ല. പക്ഷേ ഇതിപ്പോ എല്ലാ മാന്യതയും അദ്ദേഹം വിട്ടു. ഞാൻ ഇനി ഇത്രയും പോളിഷ്ഡ് ആയിട്ടിരുന്നിട്ട് കാര്യമില്ല, എൻ്റെ PR വർക്ക് കൊണ്ട് നേട്ടമില്ല.
ഇതോടുകൂടി ഇത് പിന്നെ കിട്ടിയില്ല കിട്ടണ്ട എന്ന് കരുതി അറ്റ കൈ പ്രയോഗം എനിക്കിനി മുഖ്യമന്ത്രി അല്ലാതെ ജീവിക്കാനും പറ്റൂല എന്നുള്ള അവസ്ഥ മാനസിക അവസ്ഥയിലേക്ക് അദ്ദേഹം അപ്പൊ ഈ എത്തിക്കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് ആറ്റമ്പം വിടുന്നെന്ന് പറഞ്ഞാൽ പുള്ളി അത് വന്നിട്ട് ഇനി ഈ ഒരു സാധനം കൂടെ അയാൾക്ക് തിരിച്ചടിക്കും. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഈ സർവേ ചെയ്യുന്ന സ്ഥലത്തെല്ലാം പറഞ്ഞു പിണറായിയെ പോലും വൃത്തികെട്ടവൻ, ഇങ്ങനെ ചിലർ പറഞ്ഞു അതെ 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 പിണറായിയെ പോലും വൃത്തികെട്ടവൻ. അയാൾ എന്താ പറഞ്ഞേ? അയാളുടെ പാർട്ടിക്കാരനോട് അയാൾ പറഞ്ഞിരിക്കുകയാണ് വീട്ടിൽ പോയി ചോദിക്കാൻ. ഇങ്ങനെയുള്ള ഒരുത്തനെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഏതാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ രേവന്ത് റെഡ്ഡി എന്ന് പറയുന്ന ആളോട് ഡാഷ് മോനെ രേവന്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ പിന്നെ വോട്ടർമാർക്കൊന്നും കിട്ടാനില്ല. പിണറായി വിജയനെ നീ പോ മോനെ വിജയ എന്ന് രേവന്ത് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും അദ്ദേഹത്തെ അപമാനിച്ചതായിട്ടും തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ അനവസരത്തിലുള്ള, അതായത് നമ്മൾ കള്ളൻ കയറിയതിന്റെ 7-ാം പക്കം പട്ടി കുരച്ചു എന്ന് കേട്ടിട്ടില്ല? അങ്ങനെയുണ്ട്, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പ്രസ്താവന നടത്തിയതിന്റെ 7-ാം പക്കം പുള്ളി ഇതിന് പിന്നെ പ്രതികരണമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അത് മറച്ചു വയ്ക്കാൻ വേണ്ടി തന്നെയാണ്. എന്തായാലും യവന്മാരുടെ കാഞ്ഞ ബുദ്ധി അത് സമ്മതിക്കുക തന്നെ വേണം. കാരണം ഒരു വിഷയം ഉണ്ടായി കഴിയുമ്പം എങ്ങനെ അതിൽ നിന്ന് നൂരിക്കൊണ്ടു പോകാം എന്ന കാര്യത്തിൽ ഇവരെ കഴിഞ്ഞേ ഉള്ളൂ. ആ ചാനൽ ചർച്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിഷയം ചർച്ചയ്ക്ക് വരുന്ന ആൾ അതിന് വിഷയം മാറ്റി കൊണ്ടുപോകും. അതിന് ഈ അനിൽകുമാർ ഉണ്ടല്ലോ, അനിൽകുമാർ കഴിഞ്ഞ ദിവസം ആർഷോയ്ക്കൊന്നും ആർഷോയൊക്കെ ചാനൽ ചർച്ചയ്ക്ക് വിളിച്ചവനെ വേണം ചീത്ത വിളിക്കാൻ. കാരണം 5 വയസ്സാണ് വിവരം ഇല്ലാത്തവൻ. ആരെങ്കിലും കിട്ടണ്ടേ, പുറം തയ്ക്കണ്ടേ? നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണല്ലോ അത്. അവസാനം നമ്മൾ ആരെങ്കിലും കിട്ടുന്ന ഒരാളെങ്കിലും വിളിക്കും. അതാണ് ഇപ്പം ഇയാൾ കോട്ടയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. അനിൽകുമാറിന്റെ വിഡിത്തങ്ങൾ കേൾക്കണ്ടാത്ത പിന്നെ MP ഗോവിന്ദൻ അരുൺകുമാർ കൊച്ചി. അതെ, അപ്പൊ അരുൺകുമാർ മാത്രമാണ് ഇപ്പൊ ഉള്ളത് എന്തെങ്കിലുമൊക്കെ പറയാൻ. ആ പുള്ളിയും ഇപ്പൊ വന്ന് പിടിച്ചു നിൽക്കാൻ വഴിയില്ലാതെ വരുമ്പം പുള്ളിയും ഇതുപോലെ തകിടം മറിയുന്നുണ്ട്. എന്തായാലും പിണറായി വിജയന്റെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കാലത്തെ അദ്ദേഹം മലയാള നിഘണ്ടുവിന് സംഭാവന ചെയ്തിട്ടുള്ള പദാവലികൾ, മലയാള രാഷ്ട്രീയ നിഘണ്ടുവിന് സംഭാവന ചെയ്തിട്ടുള്ള പദാവലികൾ ഒന്നുകൂടെയായി ഡാഷ്മോൻ. അതെ, അനർഗള നിർഗളം അദ്ദേഹം ഇങ്ങനെ ഈ അശ്ലീലം വിളമ്പിക്കൊണ്ട് കേരളം അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുക. എന്തായാലും ഇന്നത്തോടുകൂടി തീർന്നു. ഇന്നത്തേതോടുകൂടി എന്താ ഇപ്പൊ ഇന്ന് കൂടെ കഴിഞ്ഞാൽ പിന്നെ പ്രചാരണം നടക്കത്തില്ല. ഇനി മുഖ്യമന്ത്രിയല്ല, ഒന്നുമല്ല, എല്ലാം കാവൽ മുഖ്യമന്ത്രി മാത്രം, എല്ലാം തീർന്നു.